ഇന്ന് ഞാൻ ഇവിടെ ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള മലബാർ സ്റ്റൈൽ ചെമ്മീൻ ബിരിയാണി. ആദ്യം നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഒരു 1/2 കിലോ ചെമ്മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ തല കളഞ്ഞിട്ടില്ല, അത് യൂസ് ചെയ്തിട്ട് സ്റ്റോക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് ആ വെള്ളം ഒന്ന് അരിച്ചു മാറ്റി വയ്ക്കാം. ചെമ്മീൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അല്പം ഉപ്പ്, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, ഒരു 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്, 1/4 ടീസ്പൂൺ പെരുംജീരകത്തിന്റെ പൊടി എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ മസാല ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന സെയിം പാനിൽ തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഈ ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഒരു 4-5 മിനിറ്റ് മതിയാവും. ഇനി സെയിം ഓയിലിലേക്ക് തന്നെ നമുക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള 4 ഇടത്തരം സൈസിലുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളി ഏകദേശം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഏകദേശം ഓരോ ടീസ്പൂൺ വെച്ചിട്ടുണ്ടാവും. അതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് മല്ലിയില, 1 ടേബിൾ സ്പൂൺ പുതിന ഇലയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു 2 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർക്കുക. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതിയാവും. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കുക. നമ്മുടെ ചെമ്മീൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ ചോറുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന വലിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാവുന്ന സമയത്ത് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. അതിലേക്ക് ഒരു ഉള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ ഏകദേശം ഒന്ന് കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയും കൂടി ചേർക്കുക. ക്വാണ്ടിറ്റി ഒക്കെ നിങ്ങളെ ഇഷ്ടപ്രകാരം എടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിത് പാനൊന്ന് റിമൂവ് ചെയ്യാം. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെയിം പാനിലേക്ക് തന്നെ ഒരു 2 ഏലക്ക, 4 ഗ്രാമ്പു, ഒരു ചെറിയ പീസ് പട്ട, 2 വാഴയില ചേർത്തിട്ടുണ്ട്. അതിലേക്ക് നന്നായിട്ട് കഴുകി സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള 2 കപ്പ് കായമരിയും കൂടി ചേർക്കാണ്. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അരി സെപ്പറേറ്റ് ആവുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് അരിയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കുക. അത് ഏകദേശം 1 കപ്പ് ഉണ്ടായിരുന്നു. അതിലേക്ക് ഒരു 3 കപ്പ് തിളച്ച വെള്ളം കൂടി ഒഴിക്കണം. 1 കപ്പ് കയമ അരിക്ക് 2 കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത്. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ഒഴിക്കാം. എന്നിട്ട് തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വെള്ളം വറ്റുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഒരു 80% വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് ദം ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അതിനായിട്ട് ഒരു നല്ല അടി കട്ടിയുള്ള പാത്രം എടുക്കുക. അതിനടിയിലേക്ക് നമുക്ക് മസാല നിരത്തി കൊടുക്കാം. അതിന് മുകളിൽ ഒരു ലെയർ റൈസ് ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായിട്ട് മല്ലിയിലയും പുതിനയുടെ ഇലയും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി, കാഷ്യൂ നട്ട്സ്, ഉണക്കമുന്തിരിയും കൂടി വിതറി കൊടുക്കുക. അല്പം ഗരം മസാല ഒന്ന് തൂകി കൊടുക്കുക. ബാക്കിയുള്ള റൈസും ഇതേ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ്സ് നമുക്ക് സിം ആക്കിയിട്ട് വെക്കാം.
ഇപ്പോൾ ഇവിടെ 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് റൈസിന്റെ കൂടെ ഈ മസാല ഒന്ന് കമ്പൈൻ ചെയ്യാം. എന്നിട്ട് ചൂടോട് കൂടി വിളമ്പാം. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളി, കാഷ്യൂ നട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.